ഹലോ, ഇന്നത്തെ റെസിപ്പി ഈദ് സ്പെഷ്യൽ ചിക്കൻ മന്തിയാണ്. മന്തിപ്പൊടിയോ പ്രഷർ കുക്കറോ ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു വലിയൊരു പാത്രത്തിലേക്ക് തിളച്ച വെള്ളം, ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം ചിക്കന് കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടി വെക്കണേ. ഇനി ഇതിലേക്ക് ഒരു സവാള, 2 കഷ്ണം പട്ട, 3 ഏലക്കായ, 16 കുരുമുളക് മണികൾ, 4 ഗ്രാമ്പു, 4 വെളുത്തുള്ളിൻ്റെ അല്ലി ചെറുതാക്കി മുറിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് തള വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ അത് നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. തോലോട് കൂടി തന്നെ ചിക്കൻ എടുക്കണേ, എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ചിക്കൻ കുറഞ്ഞു പോവരുത്. 3 കപ്പ് അരിക്ക് ഒരു ചിക്കൻ നല്ല രീതിയിൽ എടുക്കുക. ഇനി ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബസ്മതി അരി കഴുകിയിട്ട് കുറച്ച് സമയം പുതിർത്തി വെക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിലേക്ക് 1 ടീസ്പൂൺ കുങ്കുമപ്പൂ ഇട്ടിട്ട് ഒന്ന് പുതിർത്തിയിട്ട് വെക്കുക. നല്ലൊരു കളറും കൂടിയും നല്ലൊരു ഫ്ലേവറും കിട്ടാനാണ്. ഇപ്പോൾ ഇതാ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് ഓരോ പീസാക്കി എടുത്തിട്ട് ഞാൻ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബ്രോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓവൻ ഇല്ലെങ്കിൽ ജസ്റ്റ് ഫ്രൈങ് പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കുങ്കുമപ്പൂവിൻ്റെ ആ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിലും തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ വേവിച്ച വെള്ളം മറ്റൊരടുപ്പത്തേക്ക് മാറ്റി വെക്കുക, തള പോവാതിരിക്കാൻ വേണ്ടി. കുങ്കുമപ്പൂവോ റോസ് വാട്ടറോ ഇല്ലെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് തേച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ക്യൂബാക്കി കട്ട് ചെയ്തെടുത്ത് ഒരു സവാളയും കുറച്ച് മുന്തിരിയും, ഉണക്കമുന്തിരി കറുപ്പ് കളറിലാണ് എടുത്തത്, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കോരി മാറ്റി വെക്കുക, ലാസ്റ്റ് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ച വെള്ളമില്ലേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, ആ വെള്ളം അളന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളച്ചാൽ മാത്രം അരി ഇട്ട് കൊടുക്കുക. അരി കുതിർത്ത് വെക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകണം കേട്ടോ. എന്നിട്ട് വെള്ളം പോക്കിയിട്ട് നമുക്ക് ഒരു കൊട്ടയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ വെള്ളത്തിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതാ നമ്മൾ ചിക്കൻ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേനും ചോറും വെന്ത് കിട്ടും. ഇനി ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ചിക്കൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയില്ലേ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിരുന്ന കുങ്കുമപ്പൂവിൻ്റെ ആ മിക്സില്ലേ, അത് ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്ന പോലെ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.